ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനാഷ് ബി ടി എഫ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് യോഗ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബിഗിനേഴ്സിന് എങ്ങനെ യോഗ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശവാസന തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1, 2, 3 അങ്ങനെ പാർട്ടായിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ ഇടുന്നില്ല. അപ്പോൾ പാർട്ടായിട്ട് അപ്പോൾ കുറേശ്ശെ പഠിക്കാമല്ലോ, കുറേശ്ശെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് വന്നിട്ട് ശവാസനയാണ്. ശവാസന ആണ് നമ്മുടെ യോഗയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2 കാലുകളും കൈകളും അകത്തി പിടിച്ച് കിടക്കുക, റിലാക്സ്ഡ് ആയി കിടക്കുക. നമ്മുടെ ഓരോ ബോഡി പാർട്സ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. തല മുതൽ കാല് വരെ നമ്മൾ ഓരോ ഭാഗങ്ങളായി നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. റിലാക്സ്ഡ് ആയിട്ട് വേണം കിടക്കാനായിട്ട്. ഒരു ടെൻഷനോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻഹെയിൽ ചെയ്യാനും എക്സെയിൽ ചെയ്യാനും തുടങ്ങാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറിൽ എയർ കൊണ്ട് നിറഞ്ഞ് ബൾജ് ചെയ്ത് വരണം. എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ വയറ് ഉള്ളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഇൻഹെയിൽ ചെയ്യുക, അതുപോലെ തന്നെ എക്സെയിൽ ചെയ്യുക. അങ്ങനെ ഒരു 5-10 പ്രാവശ്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു ടെൻഷനോ ഒന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ വന്നിട്ട് വജ്രാസനയാണ്. വജ്രാസന എന്ന് പറയുന്നത് നമ്മൾ മുട്ടുമിരിക്കുന്നതാണ് വജ്രാസന. നമ്മൾ മുന്നത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കൈകൾ എങ്ങനെ മുദ്ര പിടിക്കണം എന്നൊക്കെ നമ്മൾ മുന്നത്തൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വജ്രാസനയിൽ ഇരുന്നുകൊണ്ട് ഇൻഹെയിലും എക്സെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ച് ഒരു മൂക്ക് അടച്ച് പിടിച്ച് മറ്റേ ഹോളിക്കൂടെ വേണം നമുക്ക് ശ്വാസം വലിക്കാനായിട്ട്. അങ്ങനെ ഇൻഹെയിൽ ചെയ്ത് അപ്പുറത്ത് 2 വിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. എക്സെയിൽ ചെയ്യുമ്പോൾ തള്ളവിരൽ തുറന്ന് ഇപ്പുറത്തെ നോസിക്കൂടെ നമ്മൾ എക്സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമ്മൾ ഏത് മൂക്കിക്കൂടെയാണ് നമ്മൾ എക്സെയിൽ ചെയ്തത്, ഏത് ഹോളിക്കൂടെയാണ് നമ്മൾ എക്സെയിൽ ചെയ്തത്, അതിൽക്കൂടെ തന്നെ വീണ്ടും ഇൻഹെയിൽ ചെയ്യുക. ഇപ്പുറത്തെ മൂക്കിക്കൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഹോളിക്കൂടെ നമ്മൾ എക്സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, സാവധാനം ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ബൾജ് ചെയ്ത് വരണം. എക്സെയിൽ ചെയ്യുമ്പോൾ വയറ് നന്നായി ഉള്ളിലോട്ട് പോകണം. അങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം, 5, 10, 15 പ്രാവശ്യം നമുക്ക് ചെയ്യാം. റിലാക്സ്ഡ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 2 കൈകളും ഉരച്ച് ചൂട് വരുത്തി നമ്മുടെ മുഖത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത വന്നിട്ട് നമ്മൾ ചൈൽഡ് പോസ് എന്ന് പറയും. അതും വജ്രാസനയിൽ ഇരുന്നിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ബാലാസന എന്നും പറയും. അത് വജ്രാസനയിൽ ഇരുന്നിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് 2 കൈകളും മുകളിലോട്ട് ഉയർത്തി എക്സെയിൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യിക്കുക. നമ്മുടെ തല തറയിൽ മുട്ടിക്കാൻ പാകത്തിന് നമ്മൾ ബെൻഡ് ചെയ്യിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബട്ടക്സൊക്കെ നമ്മുടെ കാലിൽ തന്നെ ഉണ്ടാവണം. കാരണം കാലിൽ മുട്ടി നിൽക്കണം, പൊന്തി പോകാനായിട്ട് പാടില്ല. വീണ്ടും ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്തുകൊണ്ട് തല തറയിൽ മുട്ടിക്കുക. കുറച്ച് നേരം ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക. വീണ്ടും ഇൻഹെയിൽ ചെയ്യുക, നോർമൽ പൊസിഷനിലോട്ട് വരാം. പിന്നെ രണ്ടാമത്തെ ബാലാസന, രണ്ടാമത്തെ ഒരു വേരിയേഷനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ കൈകൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. ഇത് നമ്മൾ കൈകൾ ഉപയോഗിക്കുന്നില്ല. കൈകൾ റിലാക്സ്ഡായി ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മുടെ തല മാത്രം എക്സെയിൽ ചെയ്ത് ബെൻഡ് ചെയ്യിച്ച് നമ്മൾ തറയിൽ തൊടാനായിട്ട് ശ്രമിക്കുക. തറയിൽ തൊടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം ചെയ്യാം. അടുത്തത് വന്നിട്ട് ക്യാറ്റ് ആൻഡ് കൗ പോസാണ്. അത് നമ്മൾ മുന്നത്തൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പർ ബോഡി, നമ്മുടെ തണ്ടൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് മേലോട്ട് പുഷ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യിക്കുക. എക്സെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പർ ബോഡി തണ്ടലൊക്കെ ഒന്ന് നന്നായിട്ട് താഴോട്ട് എത്ര മാത്രം നമുക്ക് സ്ട്രെച്ച് ചെയ്ത് പുള്ള് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമ്മൾ പുള്ള് ചെയ്ത് കൊണ്ടുവരാം. നോർമൽ പൊസിഷനിലോട്ട് വരാം.